ഹായ് ആൾ, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ചുരിദാർ കട്ടിങ് നൈറ്റിയിൽ നിന്ന് എങ്ങനെ അളവെടുത്ത് നമുക്കൊരു നൈറ്റ് തയ്ക്കാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈനിങ്ങും സ്റ്റിച്ചിങ്ങും അങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കൂ കേട്ടോ. ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. പക്ഷേ സബ്സ്ക്രിപ്ഷൻ കുറവാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ 3:20 ഒരു ബിറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ അളവെടുക്കുന്നത്. 3:20 തുണിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ അളവ് നോക്കിയിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കസ്റ്റമറിൻ്റെ ഒരു പഴയ നൈറ്റി, അതിൽ നിന്നാണ് അളവെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫുൾ ലെങ്ത്താണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കസ്റ്റമറിന് ഒരു 52 അവരുടെ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഫുൾ ലെങ്ത്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി എടുത്തിട്ടുണ്ട് 52 ഇഞ്ചാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഷോൾഡറാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷോൾഡർ എടുക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക, നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു തുണി മറിച്ചിടുക. ഓക്കെ, നല്ല വശത്തിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോൾ ഇതേപോലെ തുണി ഒന്ന് തേച്ചെടുത്തിട്ട് അളവെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളൊരു സ്കെയിലോ എന്തെങ്കിലും കൂടി ഇങ്ങനെ നമ്മുടെ ആ ഒരു നെക്കിൻ്റെ വിഡ്ത്ത് ഉണ്ടല്ലോ അവിടെ, ഇപ്പം ഞാൻ മടക്കിയാണല്ലോ ഇട്ടേക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഷോൾഡർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ നെക്കിൻ്റെ ഫ്രണ്ട് നെക്ക് ലെങ്ത്താണ് എടുത്തത് 5 ഇഞ്ച്. അതുപോലെ നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ ഈ രീതിയിൽ സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് 2 മടക്ക് ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ 3 ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിഡ്ത്ത് എടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു കറക്റ്റ് ലെങ്ത്ത് കിട്ടും. കാരണം അവിടെ നമ്മുടെ നെക്കിൻ്റെ അവിടെ കുറച്ച് ആ ഒരു നെക്കിൻ്റെ തുണി പോയേക്കണോണ്ടുണ്ടല്ലോ, നമ്മൾ അളവെടുക്കുമ്പോൾ ചിലപ്പോൾ കറക്റ്റായിട്ട് വന്നുന്നില്ല. മാത്രമല്ല നിങ്ങളൊന്ന് തേച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ബിഗിനേഴ്സൊക്കെ എന്തായാലും തേച്ചിട്ട് തന്നെ ഒന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇനി എടുക്കാൻ പോകുന്നതാ നമ്മുടെ കൈക്കുഴിയുടെ ആ അറ്റത്ത് നിന്ന് നമ്മുടെ ചെസ്റ്റ് റൗണ്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ തയ്യൽ തുമ്പ് കൂട്ടാതെ നല്ല എന്താ പറയുക, കറക്റ്റായിട്ട് പിടിച്ചിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുണ്ട്, തയ്യൽ തുമ്പ് കൂട്ടാതെ തന്നെ. അതുപോലെ വേസ്റ്റിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ ഇരിക്കുന്നത് 15 എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 15 16 എടുക്കാം. ഓക്കെ, ലെങ്ത്ത് നല്ല പൊക്കമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 16 ഒക്കെ ആയിരിക്കും. ആ ഷേപ്പ് വരുന്ന ആ ഒരു വഴിയുണ്ടല്ലോ, അവിടെയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഒരു 16 ഇഞ്ച്. ഓക്കെ, ചെസ്റ്റ് റൗണ്ട് നമ്മൾ എന്തെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ തയ്യൽ തുമ്പ് കൂട്ടാതെ ആദ്യം എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വേസ്റ്റ് അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് റൗണ്ട് 12 ആയിരുന്നു. വേസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 11 ആ റേഞ്ചിലാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നമ്മൾ തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് എടുക്കണ്ട, കൂട്ടാതെ തന്നെ നമ്മൾ എടുക്കാൻ നോക്കുക. അതുപോലെ മറിച്ചിട്ടിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ വേസ്റ്റിൻ്റെ നമ്മളെടുത്തു. ഇനി വേറെ ഒന്നും എടുക്കാനില്ല. ഇനി നമ്മൾ എടുക്കേണ്ടത് സ്ലീവാണ്. സ്ലീവിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു 13.5 14 അത്രയൊക്കെ മതി. പക്ഷെ ഞാനിവിടെ 16 വേണം എന്നാണ് ആൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ 16 എടുക്കുന്നുണ്ട്. കറക്റ്റ് എത്രയാണോ അത്ര എടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ സ്ലീവിൻ്റെ റൗണ്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു 5.5. അപ്പോൾ അതിൻ്റെ 5.5 അതും എടുക്കണം. അതുപോലെ തയ്യൽ തുമ്പ് കൂട്ടാതെ തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്, 5.5. ഇനി നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ കൈക്കുഴി, അതായത് ആം ഹോള്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ഇവിടെ കട്ടിങ് ഉണ്ടല്ലോ, ആ കട്ടിങ്ങിൻ്റെ അവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് നമ്മൾ വിട്ടിട്ട് ഈ രീതിയിൽ ഒന്ന് വളച്ചാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഈ രീതിയിൽ ഒന്ന് വളച്ച് നമ്മൾ എടുക്കുക. നമ്മൾ ഈ തയ്യൽ തുമ്പുണ്ടല്ലോ അവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് അങ്ങോട്ട് വിട്ടിട്ട് ഈ രീതിയിൽ ഒന്ന് വളച്ച് പിടിച്ചിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് എടുക്കുക. അതായത് നേരെ എടുക്കരുത് കേട്ടോ. അപ്പോൾ എനിക്കൊരു 11.5 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ 11.5 കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ബാക്ക് നെക്ക് കൂടിയാണ് നമുക്ക് എടുക്കാനുള്ളൂ. അതൊരു 3 ഇഞ്ച് 3.5 ഇഞ്ച് ആ റേഞ്ചിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറെ അളവ് പ്രത്യേകിച്ച് നമ്മുടെ ഷോൾഡറിൻ്റെ കാര്യങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് മൊത്തം ലെങ്ത്ത് 52 കേട്ടോ.
അപ്പോൾ ഈ 52 എന്നുള്ളത് നമ്മുടെ തയ്യൽ തുമ്പ് കൂട്ടാതെ ആയതുകൊണ്ട് ഞാനൊരു ഇഞ്ചോടെ കൂട്ടുന്നുണ്ട്. നിങ്ങൾക്ക് മാക്സിമം കിട്ടുമെന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് തന്നെ എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 52 എടുക്കുന്നുള്ളൂ. പിന്നെ ഷോൾഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് 7.5 കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 7.75 8 നിങ്ങൾക്ക് എടുക്കാം കേട്ടോ, കാരണം തയ്യൽ തുമ്പോടുകൂടി പോകും. ഫ്രണ്ട് നെക്ക് 5 തന്നെയാണ് ഞാൻ എടുക്കുന്നുള്ളൂ, കാരണം ആൾക്ക് 1/2 ഇഞ്ച് കുറച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ആ ഒരു റേഞ്ചിൽ കിട്ടും. പിന്നെ നെക്ക് വിഡ്ത്ത് 3, പിന്നെ ചെസ്റ്റ് റൗണ്ട് 12, അതിൻ്റെ കൂടെ 1 ഇഞ്ച് ഞാൻ കൂട്ടുന്നുണ്ട്. വേസ്റ്റ് ലെങ്ത്ത് 16 വേസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ 11, അതിൻ്റെ കൂടെ ഞാൻ 1.5 ഇഞ്ച് കൂട്ടുന്നുണ്ട്. എല്ലാത്തിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഹിപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ചെസ്റ്റ് എത്രയാണോ അത്രയും തന്നെ ഹിപ്പ് എടുത്താൽ മതി കേട്ടോ. നോർമലി ഒരു 1/2 ഇഞ്ച് വേണമെങ്കിൽ കൂടുതൽ എടുക്കാം, അത് അത്രയൊക്കെ വരുള്ളൂ. ഓക്കെ, പിന്നെ സ്ലീവ് അതിൻ്റെ എല്ലാം കൂടെ ഞാൻ 1ഉം 1.5 ഇഞ്ചും വെച്ചിട്ട് നമ്മൾ സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. ആം ഹോൾ 11.5 അത്രയും തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. പക്ഷെ വളച്ചെടുക്കുമ്പോൾ 1 ഇഞ്ച് കുറച്ചെടുത്താൽ മതി എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ എടുക്കുന്ന രീതി സെയിം തന്നെ എടുക്കും. ആവശ്യമില്ലെങ്കിൽ കട്ട് ചെയ്ത് കളയാലോ. ഓക്കെ, അപ്പോൾ ഇവിടെ നല്ലൊരു ബ്ലൂ കളർ മെറ്റീരിയലാണ് കേട്ടോ എടുത്തേക്കുന്നത്. 3.20 ബിറ്റാണ്. നമ്മുടെ കയ്യിൽ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് നൈറ്റിയുടെ മെറ്റീരിയൽ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ DM ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ താഴെ നിന്നാണ് നമ്മുടെ ഫുൾ ലെങ്ത്ത് എടുക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവിൽ നമുക്ക് പിന്നെയും എന്തെങ്കിലും ജോയിൻറ്റ് കൊടുക്കാം. താഴെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം കറക്റ്റായിട്ട് നമുക്ക് ലെങ്ത്ത് കിട്ടണമല്ലോ. അപ്പോൾ നമ്മളിതാ ഇവിടെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഇതേപോലെ നമ്മൾ ഫുൾ ലെങ്ത്ത് കൊടുക്കുക. ഓക്കെ, 53 ഇഞ്ച് എനിക്ക് എവിടെയാണോ കിട്ടുന്നത് ഞാൻ അവിടം കൊണ്ടാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്, താഴേന്ന് മുകളിലേക്ക്. ഓക്കെ, എന്നിട്ട് നമ്മുടെ സ്ലീവ്സിന് വേണ്ട പോർഷൻസ് നമുക്ക് ബാക്കി വരുന്നതിൽ നിന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാം. നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ നിന്നൊക്കെ കുറച്ച് മെറ്റീരിയൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം. ഓക്കെ, കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ള പോർഷനിൽ നിന്ന് നമുക്ക് ഓരോന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മെറ്റീരിയലിൽ നമുക്ക് കുറച്ച് വിട്ട് കുറവുണ്ട്. നമുക്കത് ഏകദേശം ഒരു 2.5 ഇഞ്ചോളം നമുക്ക് കൂട്ടേണ്ടി വരും. അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുകയാണ്. നമ്മൾ ഷോൾഡർ അവിടെ മാർക്ക് ചെയ്തിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളൊരു 7.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 7.5 to 7.25 ആ ഒരു ഇതിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് കൈക്കുഴിയുടെ അവിടെ ഒന്നും ടൈറ്റായി പോരുതല്ലോ. വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഇഞ്ചോടെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് ആം ഹോളിന് താഴേക്ക് വരക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്നും കൂടി ഒന്ന് നോക്കുകയാണ്, അപ്പോൾ കറക്റ്റ് പോയിൻ്റ് ആണോ എന്നുള്ളത്. നമുക്ക് നൈറ്റിയിൽ നിന്ന് ചെസ്റ്റും വേസ്റ്റും ഷോൾഡറും മാത്രമാണ് നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടത്. പിന്നെ നെക്കിൻ്റെ വിഡ്ത്ത് ലെങ്ത്ത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്. നമ്മളൊരു പക്കാ ഷേപ്പിന് ചെയ്യേണ്ട ഒരു കാര്യമല്ലല്ലോ നൈറ്റി എന്നുള്ളത്. കുറച്ച് ലൂസായിട്ട് കിടക്കുക, നമ്മൾ ഡെയിലി വെയർ ആണ്, നമുക്ക് വീട്ടിൽ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് അങ്ങനെ കിടക്കുന്നതായിരിക്കും കുറച്ചുകൂടി കംഫർട്ട് എല്ലാവർക്കും. സോ നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് മതിയായിരിക്കും. പിന്നെ നമ്മൾ ആ അളവുകൾ മാത്രം കറക്റ്റായിട്ട് എടുത്തിട്ട് നമുക്കിതുപോലെ തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആം ഹോള് ഷോൾഡറിൻ്റെ ലൈനിൻ്റെ അവിടെ നിന്ന് നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് നമ്മുടെ 12 ഓക്കെ, അപ്പോൾ ഞാനിവിടെ 12 മാർക്ക് ചെയ്യാണ്. 12ൻ്റെ കൂടെ സീമായിട്ട് 1.5 ഇഞ്ചോ 1 ഇഞ്ചോ കൊടുക്കാം. ഞാനിവിടെ 1 ഇഞ്ച് കൊടുക്കുന്നുള്ളൂ, കാരണം നമുക്കിവിടെ കൈയിൻ്റെ അവിടെ വിഡ്ത്തിനൊക്കെ കുറേ തുണി ആവശ്യം വരുന്നുണ്ട്. നമുക്ക് കട്ട് പീസ് കിട്ടും. ചുരിദാർ കട്ടിങ് നൈറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ നിന്നൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൂട്ടാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു 1 ഇഞ്ച് കൂട്ടുന്നുണ്ട്. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ ലെങ്ത്ത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അളവ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ടോപ്പ് ഈസി ആയിട്ട് നിങ്ങൾക്ക് തയ്ക്കാനുള്ള ഒരു മെഷർമെൻറ്റും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ വേസ്റ്റ് ഞാനൊരു 16 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്.
ഓക്കെ. അപ്പോൾ വേസ്റ്റിൻ്റെ ലെങ്ത്ത് നമുക്ക് കിട്ടിയിരുന്നത് 11. അപ്പോൾ ആ 11ൻ്റെ കൂടെ ഞാൻ 1.5 ഇഞ്ച് കൂട്ടുന്നുണ്ട്. വേസ്റ്റും ഹിപ്പും എപ്പോഴും നമ്മൾ കൂട്ടിയാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് തടി വെച്ചാലും നമുക്ക് അഴിക്കാനുള്ള സ്പേസ് ഉണ്ടാവും. ഓക്കെ, അപ്പം അതും നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇനി ഹിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 21, 22ൻ്റെ ഉള്ളിലായിരിക്കും എല്ലാവരുടെയും തന്നെ ഹിപ്പ്. പിന്നെ ഹിപ്പിൻ്റെ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്ത്, ഹിപ്പ് റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു ചെസ്റ്റ് റൗണ്ടാണ് കേട്ടോ. എപ്പോഴും ആ ഒരു മെഷർമെൻറ്റ് അങ്ങനെയാണ് വരാറ്. നോർമലി എല്ലാവരുടെയും സെയിം ആയിരിക്കും. അതല്ലെങ്കിൽ ഹിപ്പ് ഒരുപാടുള്ള ഒരു ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ചോ ഒക്കെ കൂട്ടിയാൽ മതി കേട്ടോ. അതിൽ കൂടുതൽ കൂട്ടേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹിപ്പ് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു 21 വെച്ചിട്ട് നമ്മുടെ ഹിപ്പ് റൗണ്ട് ചെസ്റ്റ് റൗണ്ടിൻ്റെ അത്രയും തന്നെ ഞാനൊരു 1/2 ഇഞ്ചോടെ കൂടുതൽ എടുത്താണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതും മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്കതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ തയ്യൽ തുമ്പില്ലാതെ തന്നെ ആദ്യം നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഷേപ്പ് ചെയ്യുകയെന്ന് വെച്ചാൽ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ തയ്യൽ തുമ്പുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിനെ നമുക്കൊന്ന് ഒരു അവസാനം കൊടുക്കുക എന്നുള്ളതാണ് ഒരു ടാസ്ക് അല്ലേ. അതായത് നമ്മുടെ ഇവിടെ നമുക്ക് താഴെ വരെ നമ്മൾ ഷേപ്പ് ചെയ്യുന്നില്ലല്ലോ, നമുക്കിവിടെ ഒന്ന് ചെരിച്ച് നമ്മൾ എങ്ങനെയും ഒരു എൻഡിങ് കൊടുക്കുക കേട്ടോ. അതായത് നമ്മളൊരു ചെരിച്ച് നമ്മൾ ലൈൻ വരച്ച് അങ്ങോട്ട് അറ്റത്തേക്കൊന്ന് എത്തിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ മുകളിൽ സ്ലോപ്പിന് വേണ്ടിയിട്ട് ഒരു 4 ഇഞ്ച് നമ്മൾ വിടുന്നുണ്ട്. ഇനി ബാക്കി നമ്മുടെ ഇവിടെ ആം ഹോളിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുക. ഇതെല്ലാം നമ്മൾ ഓൾറെഡി എല്ലാ വീഡിയോസിലും നമ്മൾ പറയുന്നതാണ്, എന്നാലും ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ആ ഒരു കോർണറിൽ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ തയ്യൽ തുമ്പിലേക്കല്ല, ജസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്തില്ലേ അതിലേക്കാണ് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കേണ്ടത്. ചിലർ തയ്യൽ തുമ്പിലേക്ക് ചെയ്യും. അപ്പോൾ ഇത് വലിയൊരു മിസ്റ്റേക്കാണ് കേട്ടോ, കാരണം ഒരുപാട് തെറ്റ് അപ്പോൾ വരാം. ഇനി നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുകയാണ്. നെക്കിൻ്റെ ഞാൻ 5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി 3 ഇഞ്ച് ബാക്ക് നെക്കും കൊടുത്തു. 3 ഇഞ്ച് തന്നെ വിട്ടും നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് ബോക്സ് പോലെ വരച്ചിട്ട് ഇവിടെ ഞാൻ താഴേക്ക് തന്നെ കൊടുക്കുകയാണ്. റൗണ്ട് നെക്ക് തന്നെയാണ് കൊടുക്കുന്നത്. നമ്മുടെ ഇതിൻ്റെ ഒരു ബോക്സിൽ നമ്മളൊരു 1 ഇഞ്ച് നമ്മളിതുപോലെ തന്നെ ആ കോർണറിലൊന്ന് മാർക്ക് ചെയ്താൽ വളരെ എളുപ്പം തന്നെ നമുക്ക് റൗണ്ട് നെക്ക് കിട്ടും കേട്ടോ. നല്ലൊരു ഷേപ്പിലുള്ള റൗണ്ട് നെക്ക് നമുക്ക് കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്യുക, ഫ്രണ്ട് നെക്ക് ആദ്യം പോയി കട്ട് ചെയ്യരുത്. ഓക്കെ, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ, കാരണം ഫ്രണ്ടും ബാക്കും ഒരേപോലെ വന്നു എന്ന് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഓൾറെഡി ചെയ്യാം, ആദ്യമേ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് സ്ലോപ്പ് ചെയ്യുകയാണ് കേട്ടോ ഷോൾഡർ. നമ്മുടെ ഷോൾഡർ സ്ലോപ്പ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഷേപ്പാണ് നമ്മുടെ ഷോൾഡറിൻ്റെത്, അല്ലാതെ കറക്റ്റ് സ്ട്രെയിറ്റ് അല്ലല്ലോ. അതിനു വേണ്ടിയാണ് നമ്മളിതുപോലെ സ്ലോപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോസിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങളുടെ സജഷൻസൊക്കെ ഒന്ന് പറയുക കേട്ടോ. അതുപോലെ നമ്മുടെ ഇനി അടുത്ത ഒരു വീഡിയോയിലാണ് നമ്മൾ സ്ലീവിൻ്റെ കാര്യങ്ങൾ പറയുന്നത്, കാരണം വീഡിയോ നല്ല ലെങ്തി ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ലീവിൽ എങ്ങനെയാണ് നമ്മുടെ പീസ് അറ്റാച്ച് ചെയ്തിട്ട്, അതായത് എങ്ങനെയാണ് തികയാതെ വരുമ്പോൾ നമ്മൾ ഒന്ന് വേറെ കുഴപ്പങ്ങളില്ലാതെ, അതായത് അത്ര ബോറല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ എങ്ങനെ സ്ലീവ്സ് നമുക്ക് ഫിനിഷ് ചെയ്യാമെന്നും കൂടി നമുക്ക് അടുത്തൊരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഫുൾ സ്ലീവ് കാർക്ക് എങ്ങനെ ഫുൾ സ്ലീവ് എടുക്കാമെന്നും കൂടി അതിൽ ഞാൻ ഉൾക്കൊള്ളിക്കാനാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ നിങ്ങളുടെ ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സ്റ്റിച്ചിങ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കട്ട് പീസുകളൊന്നും കളയരുത് കേട്ടോ. കട്ട് പീസൊക്കെ ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ നെക്ക് ഫിനിഷ് ചെയ്യാനും അതുപോലെ നമ്മുടെ ബട്ടൺസ് കൊടുക്കാനും അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും നമുക്ക് കട്ട് പീസൊക്കെ വേണം. അപ്പോൾ നമ്മുടെ സ്ലീവ്സിൻ്റെ ലെങ്ത്തും അതുപോലെ സ്ലീവ്സിൻ്റെ ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ലീവ്സിൻ്റെ ഇവിടെ നമ്മുടെ 9 കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനൊരു 2.5 ഇഞ്ചോളം ആവശ്യമാണ് കേട്ടോ. അപ്പോൾ അത് നമുക്കത് കൂട്ടി നമുക്ക് വരക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.